പോലെ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അറിയുന്ന പല മുഖങ്ങളുമുണ്ട് ഇവിടെ. എൻ്റെ അപ്പ പറഞ്ഞതാണ് ഏറ്റവും വലിയ ശരി എന്ന് വീണ്ടും പലപ്പോഴും ഞാൻ തോന്നിയിട്ടുണ്ട്. എന്നാലും എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ യാചിക്കുകയാണ്. എൻ്റെ ഭർത്താവിന് വന്നത്, എൻ്റെ സഹോദരന് വന്നത്, എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് വന്നത്, എൻ്റെ അങ്കിളിന് വന്നത്, ഈ മുതലപ്പുഴയിൽ മരണപ്പെട്ട മറ്റ് സഹോദരങ്ങൾക്ക് വന്ന വേദന ഇതോടെ അവസാനിക്കണം. നിങ്ങളെല്ലാവരും മുൻകൈയെടുത്ത് അത് വേണ്ട ക്രമങ്ങൾ നടത്തി എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ യാചിക്കുകയാണ്. തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടം. രാവിലെ 7 മണിയോടെ ഉണ്ടായ അപകടത്തിൽ 20ഓളം തൊഴിലാളികളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോകവെ ശക്തമായ തിരയിൽപ്പെട്ട വെള്ളം മറിയുകയായിരുന്നു. വള്ളത്തിൽ നിന്നും വലയോടൊപ്പം തൊഴിലാളികൾ കടലിലേക്ക് വീണു. തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെയും കോസ്റ്റൽ പോലീസിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും നേതൃത്വത്തിൽ അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പരിക്കേറ്റ 18 പേർ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലും 2 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ്. പെരുമാതുറ സ്വദേശി ഹസൻ, റഫീഖ് എന്നിവരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. അപകടത്തിൽപ്പെട്ട ആരുടെയും നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പെരുമാതുറ സ്വദേശി ഷാക്കിർ സലീമിന്റെ ഉടമസ്ഥതയിലുള്ള ഹസ്ബി റബ്ബി എന്ന വള്ളമാണ് മറിഞ്ഞത്. 37 തൊഴിലാളികൾ വള്ളത്തിലുണ്ടായിരുന്നു. മറിഞ്ഞ വള്ളം തീരത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. മുതലപ്പുഴയിൽ കടൽ പ്രക്ഷുബ്ധമായതിനാൽ അപകടത്തിൽപ്പെട്ട വള്ളം വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോകും. ഇന്ന് രാവിലെ 6:30 മണിയോടെ മറ്റൊരു വള്ളവും ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന 2 പേർ നീന്തി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിലും വള്ളം മറിഞ്ഞ് തൊഴിലാളികളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.